പ്രവീൺ സക്കറിനെ യൂണിവേഴ്സിറ്റിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ക്വസ്റ്റ്യൻ മെയ് 4 ശനിയാഴ്ച എന്ന ക്വസ്റ്റ്യൻ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യനാണ്. അതായത് അത് ഹിസ്റ്ററിയിൽ ഉള്ള ഒരു കണ്ടന്റാണ്. എന്ന് വെച്ചാൽ ക്രോണോളജിക്കൽ ഓർഡർ എഴുതുക എന്ന് പറയുന്നത് കാലഘട്ടത്തിൽ എഴുതുക തമ്മിലാവാം എന്ന് തന്നോട് PSC ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ആ ക്വസ്റ്റ്യനിലായിരുന്നു നോക്കുക: 1 അമേരിക്കൻ സ്വാതന്ത്ര്യപ്രഖ്യാപനം, അതുപോലെ 2 ബോസ്റ്റൺ ടീ പാർട്ടി, 3 പാരീസ് ഉടമ്പടി, 4 ഒന്നാം കോൺഗ്രസ് കോൺഗ്രസ്. ഇതിന്റെ വർഷം ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് 1726 ജൂൺ 4 അമേരിക്കൻ സ്വാതന്ത്ര്യപ്രഖ്യാപനം, ബോസ്റ്റൺ ടീ പാർട്ടി 1723 ഡിസംബർ 16, പാരീസ് ഉടമ്പടി 1783 സെപ്റ്റംബർ 3, ഒന്നാം കോൺഗ്രസ് കോൺഗ്രസ് 1724 സെപ്റ്റംബർ 5. സോ ഇതിനെയാണ് ക്രോണോളജിക്കൽ ഓർഡറിലാക്കാൻ വേണ്ടി PSC പറഞ്ഞിട്ടുള്ളത്. അതിലിപ്പോൾ അതെങ്ങനെയാക്കാമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ വ്യക്തമായിട്ട് ചരിത്രം അറിയുന്ന ഒരു വിദ്യാർത്ഥി ഉദ്യോഗാർത്ഥിയാവണം എന്നൊരു ആണ്. അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇവിടെ ഞാനിപ്പോൾ 4 വർഷം ചെയ്തിട്ട് 1 1993, 2001, 2000, 2004 ഇങ്ങനെയുള്ള ഈ വർഷമില്ല. ഇവിടെ നമ്മൾ ഇതിനെ ക്രോണോളജിക്കൽ ഓർഡർ ആക്കിയാൽ നോക്കുക. ആദ്യത്തത് അതായത് അവിടെ ഇങ്ങോട്ട് വന്നാൽ ആദ്യം വരും 1993 വരും, രണ്ടാമത്തേത് വരും 2000 വരും, മൂന്നാമത്തേത് വരും 2001, 4 2004 ഇങ്ങനെ നമുക്ക് ആക്കാം. ഇല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടാകാം. അതായത് 1 2004 വരും, 2 2001 വരും, 3 2000 വരും, 4 1993 വരും. ഈ 2 രീതിയിൽ നമുക്ക് ക്രോണോളജിക്കൽ ഓർഡറിലാക്കാം. അപ്പൊ ഇവിടെ PSC തന്നെയുള്ള ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ഇതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ ആക്കുമ്പോൾ ശ്രദ്ധിക്കുക. എങ്ങനെയാക്കാം? വർഷങ്ങൾ നോക്കുക. ഇപ്പൊ ഞാൻ ഇവിടുന്ന് അതായത് PSC തന്ന ആൻസർ കാരണമുള്ള ക്രോണോളജിക്കൽ ഓർഡർ കാണിച്ചു നോക്കുക. അവര് 1 ബോസ്റ്റൺ ടീ പാർട്ടിയാണ് പറഞ്ഞിരുന്നത് 1723 ഡിസംബർ 16. അത് ഒന്നാമത് എഴുതാൻ പറ്റും. രണ്ടാമത് പറഞ്ഞത് ഒന്നാം കോൺഗ്രസ് കോൺഗ്രസ് ശരിയാണ് 1774 സെപ്റ്റംബർ 5 ആ ഡേറ്റ് നോക്കുക. മൂന്നാമത് പറയുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. അതായത് 1776 നാലാമത് പറയുന്നത് പാരീസ് ഉടമ്പടി 1783 സെപ്റ്റംബർ 3. എന്ന് വെച്ചാൽ PSC സംബന്ധിച്ചിരുന്നു അവര് അതായത് ബോസ്റ്റൺ ടീ പാർട്ടി 1773, പിന്നെ 74, പിന്നെ 76, 83 ഇങ്ങനെയാണ് അവർ തന്നേക്കുന്നത്. ഇത് ശരിയാണ്. തിരിച്ചു നമുക്ക് ചെയ്യാം, ആക്കാൻ പറ്റും. തിരിച്ചാക്കുമ്പോൾ അറിയാലോ എങ്ങനെയാ. അതായത് പാരീസ് ഉടമ്പടി ആദ്യം വരും 1783, സെക്കൻഡ് വരും അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വരും 1776, തേർഡ് വരും ഒന്നാം കോൺഗ്രസ് കോൺഗ്രസ് വരും 1774, ഫോർത്ത് വരും ബോസ്റ്റൺ ടീ പാർട്ടി വരും 1773. ഇങ്ങനെ നമുക്ക് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഈ കാലഘട്ടം ക്രോണോളജിക്കൽ കൊണ്ട് അത് അതായത് ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുക. ഇത് നമ്മൾ അക്കാദമികളിലും പഠിക്കുന്നതാണ്. ഇത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ ചരിത്രവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ധാരണ ഉള്ള ഉദ്യോഗാർത്ഥിയെ പറ്റൂ എന്നുള്ളതേ ഉള്ളൂ. കാരണം വർഷവും ഇൻസിഡന്റ് മാത്രമേ പോരാ, വർഷം അറിയണം, മാസം അറിയണം, തീയതി അറിയണം. ഇത് ഇപ്പൊ നോർമലി ഇങ്ങനെ ഇപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വർഷം വിട്ട് അങ്ങനെ തന്നാലും കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും. പക്ഷേ ഈ ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് ഈ സ്റ്റാഫ് സെക്ഷൻ പരീക്ഷ അങ്ങനെയാണ് കാണുന്നത് എന്ന് വെച്ചാൽ വർഷവും മാസവും തീയതികൾ തെറ്റും. അങ്ങനെ ആകുമ്പോൾ അതനുസരിച്ച് ഓർഡർ ചെയ്യേണ്ടി വരും. ഇവിടെ ഈ മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയുന്നത് വെച്ചാൽ നോക്കുക. അപ്പൊ ഇതാണ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. ഇനി ഞാൻ മഹാത്മാഗാന്ധി, രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന വ്യക്തി മരിച്ചു എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതെന്ത് ഏത് വർഷം തീയതി ഇതിനെ വ്യക്തമായിട്ട് ചരിത്രത്തിന്റെ രീതിയിൽ എഴുതിയാൽ അത് ഇത് ചിലപ്പോൾ നാളെ ക്വസ്റ്റ്യൻ ഉള്ളതേക്കാം. നമുക്ക് എങ്ങനെ 1948 ജനുവരി 30 വെള്ളിയാഴ്ച വൈകുന്നേരം 5:15 to 5:30 ഇടയിൽ ന്യൂഡൽഹിയിലെ ബിർള മന്ദിറിൽ വെച്ച് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന വ്യക്തി ഗാന്ധിയെ വധിക്കുകയാണ് ചെയ്തത്. സോ ഇതിനെ നമുക്ക് വ്യക്തമായിട്ട് ആ ചരിത്രത്തിൻ്റെതായ ഹിസ്റ്ററിയുടെ രീതിയിൽ എഴുതിയാൽ വർഷം വേണം 1948, മാസം ജനുവരി, ദിവസം അതായത് എങ്ങനെയാണ് തീയതി 30, ദിവസം വെള്ളി, വൈകുന്നേരം 5:15 5:30 ഇടയ്ക്കുള്ള സമയത്ത് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന വ്യക്തിയാണ് മഹാത്മാഗാന്ധിയെ വധിച്ചത് എന്ന് വേണം കറക്റ്റ് പറയാൻ. സോ ഇതാണ് ഹിസ്റ്റോറിക്കലി നമ്മൾ കഴിയുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ ആദ്യം നമുക്ക് വ്യക്തമായിട്ട് എഴുതാൻ കഴിയുന്നത്. ഇത് PSC ഒരുപക്ഷെ പല രീതിയിൽ ചോദിച്ചേക്കാം. ചിലപ്പോൾ അവരിപ്പോ 1948 അടുത്ത വർഷം 48 ജനുവരി കണക്കാക്കിയിടും. എന്നിട്ട് തീയതി 29 വെള്ളി അല്ലെങ്കിൽ 29 വ്യാഴം എന്നോ മറ്റോ ഇട്ട് ചെയ്യുന്നു. വൈകുന്നേരം
5-15 ഇങ്ങനെ കിട്ടാനും അപ്പോൾ ചോദിക്കാം. അപ്പോൾ ഇവിടെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ, അതായത് തരുന്ന 4 ഓപ്ഷനുകളിലും വർഷവും മാസവും ഏകദേശം ഒരേ കാര്യം, എന്നാൽ സമയമോ മറ്റോ മാറ്റി ഇട്ടേക്കും. അവിടെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഞാൻ പറഞ്ഞത്, അതായത് എന്താ 48 ജനുവരി 30 വെള്ളി വൈകുന്നേരം 5:15 5:30 സമയത്ത് നാദറാമിനായി വോട്ട് ചെയ്യുന്ന വ്യക്തിയാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നത്, അതിന് മരിച്ചത് എന്നാണ് കറക്റ്റ് ആൻസർ വരിക. അപ്പോൾ വർഷം അറിയണം, മാസം അറിയണം, തീയതി അറിയണം, ദിവസം അറിയണം, സമയം അറിയണം, അത് രാവിലെയാണോ ഉച്ചയ്ക്കാണോ വീട്ടാണെന്ന് അറിയണം. സോ ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന വിഷയങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് മനസ്സിലായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ.